ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചു. തീർത്ഥാടകർ മിനായിൽ നിന്ന് മടങ്ങി തുടങ്ങി. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര ശനിയാഴ്ച ആരംഭിക്കും. മിനായിലും അറഫയിലും മുസ്ദലിഫയിലും ഹറം പള്ളിയിലുമായി കഴിഞ്ഞ 6 ദിവസം ഹജ്ജ് കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇന്നലത്തെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു. അവശേഷിക്കുന്ന തീർത്ഥാടകർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജംറകളിൽ കല്ലേർ കർമ്മം നിർവഹിച്ച് മിനായോട് വിട പറഞ്ഞു. മക്കയിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങിയ വിദേശ തീർത്ഥാടകർക്ക് ഇനി മടക്കയാത്രയുടെ നാളുകളാണ്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ശനിയാഴ്ച ആരംഭിക്കും. സ്വകാര്യ ഗ്രൂപ്പുകളിൽ കേരളത്തിൽ നിന്നെത്തിയ തീർത്ഥാടകർ നാളെ മുതൽ നാട്ടിലേക്ക് മടങ്ങും. ഹജ്ജിന് മുമ്പ് മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകരുടെ മദീന സന്ദർശനം ശനിയാഴ്ച ആരംഭിക്കും. മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ നിർവഹിക്കേണ്ട വിടവാങ്ങൽ തവാഫ് മാത്രമാണ് ഹജ്ജിന്റെ ഭാഗമായി ഇനി തീർത്ഥാടകർക്ക് അവശേഷിക്കുന്ന കർമ്മം. മക്കയിലെ ഹറം പള്ളിയിലാണ് ഇത് നിർവഹിക്കുക. സുരക്ഷാ ഭീഷണിയില്ലാതെ സമാധാനപരമായ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേദിയൊരുക്കിയ സൗദി ഭരണകൂടത്തെ വിവിധ രാജ്യങ്ങൾ അഭിനന്ദിച്ചു. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അനുഭവപ്പെട്ട ചൂടായിരുന്നു ഇത്തവണ ഹജ്ജിന്റെ പ്രധാന വെല്ലുവിളി. സൂര്യാഘാതമേറ്റ് ചില തീർത്ഥാടകർ മരിക്കുകയും പലരും ആശുപത്രിയിലാകുകയും ചെയ്തു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള 65 തീർത്ഥാടകർ ഹജ്ജ് വേളയിൽ മരണമടഞ്ഞു. ഇതിൽ 15 പേർ മലയാളികളാണ്. മക്കയിൽ നിന്നും ജലീൽ കണമംഗലം, 24.